നിന്റെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശരിയായ ശ്വസനം ആത്മശക്തി വർദ്ധിപ്പിക്കുന്നു. ആത്മശക്തി നീ ആഗ്രഹിക്കുന്നതെല്ലാം നിന്നിലേക്ക് ആകർഷിക്കുന്നു. ദിവസവും കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ശരിയായ രീതിയിൽ ശ്വസിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വേദങ്ങളും ആയുർവേദശാസ്ത്രവും പറയുന്നു. ആധുനിക വൈദ്യശാസ്ത്രവും ഇത് ശരിവയ്ക്കുന്നുണ്ട്. വെറുതെ ശ്വസിച്ചാൽ ജീവിതത്തിൽ എങ്ങനെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? സ്വാഭാവികമായും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം. സംശയം ന്യായമാണ്. വെറുതെ ശ്വസിച്ചാൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുകയില്ല. ചില പ്രത്യേക രീതിയിലുള്ള ശ്വസനക്രമങ്ങൾ പഠിച്ച് പരിശീലിച്ചാൽ നിങ്ങളുടെ ആത്മശക്തി വർദ്ധിക്കും, മനഃശക്തി വർദ്ധിക്കും, ബുദ്ധിശക്തി വർദ്ധിക്കും. നിങ്ങളുടെ ചുറ്റും ശക്തമായ ഓറ രൂപപ്പെടും. ഇതിന്റെയൊക്കെ ഫലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവസരങ്ങൾ തുടങ്ങിയവ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇന്ന് ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്നത് ഭ്രമരി പ്രാണായാമം എന്ന അത്ഭുത ശ്വസനക്രിയകളാണ്. പണ്ട് ഗുരുക്കന്മാർ ഏറ്റവും അടുത്ത ശിഷ്യന്മാരെ മാത്രം പരിശീലിപ്പിച്ചിരുന്ന ഒരു രഹസ്യ ശ്വസനക്രിയ ഭ്രമരി പ്രാണായാമം ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യാപകമായി പരിശീലിപ്പിക്കുന്നുണ്ട്. അവർ അതിനെ ഹെമ്മിംഗ് ബി ബ്രീത്തിംഗ് ടെക്നിക് എന്നാണ് പറയുന്നത്. ടീച്ചർ പഠിപ്പിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും പിന്നീട് പരിശീലിക്കുകയും ചെയ്യുക. നമസ്കാരം. നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ബഹളങ്ങളിൽ നിന്നൊക്കെ വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു മോചനം കിട്ടിയാലോ? അങ്ങനെ ഒരു സിമ്പിൾ ബ്രീത്തിംഗ് ടെക്നിക്കിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ തിരക്കിട്ട ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനുള്ള ഒരു സൂപ്പർ വഴിയാണിത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അല്ലേ, നമ്മുടെയൊക്കെ മനസ്സ് ചിലപ്പോൾ ഇങ്ങനെ ബഹളം വെക്കാറില്ലേ? ശരിയല്ലേ? നിർത്താതെയുള്ള ചിന്തകൾ, ടെൻഷനുകൾ എല്ലാം കൂടെ ചേർന്ന് തലയ്ക്കകത്തൊരു വലിയ ട്രാഫിക് ബ്ലോക്ക് പോലെ തോന്നും. ആ സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ശാന്തമായി ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ചു പോവാറില്ലേ? പക്ഷേ വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ, ഇതിനൊരു വഴിയുണ്ട്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞു ശബ്ദം മതി ഈ ബഹളങ്ങളെയൊക്കെ ഒതുക്കാൻ. അത്ഭുതം തോന്നുന്നുണ്ടോ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടെക്നിക്കിനൊരു പേരുണ്ട്, ഭ്രമരി പ്രാണായാമം. ഈ ഭ്രമരി എന്ന വാക്ക് ഭ്രമരം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് വന്നത്. എന്തോ ഈ ഭ്രമരം? തേനീച്ച അല്ലെങ്കിൽ വണ്ട്. നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു തേനീച്ച മൂളുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കും. ആ ഒരു സൗണ്ടിൽ നിന്നാണ് ഇതിന് ഈ പേര് കിട്ടിയത്. സിമ്പിൾ അല്ലേ? ശരി, അപ്പോൾ ഈ അടിപൊളി ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കിയാലോ? ആരും പേടിക്കണ്ട, ഇത് വളരെ വളരെ എളുപ്പമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ എൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശാന്തമായൊരു സ്ഥലം വേണം. അവിടെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പദ്മാസനത്തിലോ അല്ലെങ്കിൽ വെറും സുഖാസനത്തിലോ ഇരിക്കാം. പ്രധാനപ്പെട്ട കാര്യം, നട്ടെല്ലാം നിവർത്തിയിരിക്കണം. ഇനി പതിയെ കണ്ണുകൾ അടയ്ക്കാം. പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് മറന്ന് നമ്മുടെ ശ്രദ്ധയെ പതിയെ ഉള്ളിലേക്ക് കൊണ്ടുവരാനാണിത്. ഇനി അടുത്തത് ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്, പക്ഷേ ചെയ്താൽ കൂടുതൽ ഗുണം കിട്ടും. അതാണ് ഷൺമുഖി മുദ്ര. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തള്ളുവിരലുകൾ കൊണ്ട് 2 ചെവിയും അടയ്ക്കുക. എന്നിട്ട് ചൂണ്ടുവിരലുകൾ പുരികത്തിന് മുകളിൽ വയ്ക്കുക. നടുവിരലുകൾ പതുക്കെ കണ്ണിന് മുകളിലും ബാക്കി വരുന്ന മോതിരവിരലും ചെറുവിരലും മൂക്കിനും ചുണ്ടിനും അടുത്തായി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ പുറത്തുനിന്ന്. ശരി, ഇനി നമുക്ക് ശരിക്കുള്ള പരിശീലനത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ചുണ്ടുകൾ മെല്ലെ അടച്ചു പിടിക്കുക. എന്നിട്ട് മൂക്കിലൂടെ നല്ല ആഴത്തിലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു തേനീച്ച മൂളുന്ന പോലെ എന്നൊരു സൗണ്ട് ഉണ്ടാക്കുക. ആ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ തലയ്ക്കുള്ളില് നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അത് ഫീൽ ചെയ്യണം. ഇതൊരു 5 മുതൽ 10 തവണ വരെ ആവർത്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, ഈ ചെറിയൊരു മൂളൽ ശബ്ദത്തിന് എങ്ങനെയാ ഇത്രയധികം ഗുണങ്ങൾ തരാൻ പറ്റുന്നതെന്ന്? വെറുതെ പറയുന്നതല്ല, ഇതിന് പിന്നിൽ ചില സയൻസ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഹമ്മിങ് സൗണ്ട് അത് നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരു കുഞ്ഞൻ ഓളം പോലെ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുകയാണ്. ഈ വൈബ്രേഷൻ നിങ്ങളുടെ തലച്ചോറിലെ ഓരോ കോശത്തിലും ചെന്ന് തട്ടി അതിനെയെല്ലാം ശാന്തമാക്കുന്നു. ഒരു റിലാക്സിംഗ് മസാജ് കിട്ടുന്ന പോലെ. അതോടെ നമ്മുടെ ഉള്ളിലെ ആ ബഹളങ്ങളൊക്കെ പതിയെ അടങ്ങും.
ഈയൊരു സിമ്പിൾ പ്രാക്ടീസിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമതായി ഇത് മനസ്സിനെ പെട്ടെന്ന് തന്നെ ശാന്തമാക്കും. സ്ട്രെസ്, ആങ്സൈറ്റി, ദേഷ്യം ഇതിനെയൊക്കെ കുറയ്ക്കാൻ ഇത് ബെസ്റ്റാണ്. ഇനി പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടാൻ ഇത് ശരിക്കും സഹായിക്കും. അതുമാത്രമല്ല, ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും രാത്രിയിൽ നല്ല സമാധാനത്തോടെ ഉറങ്ങാനും ഇത് വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ വൈബ്രേഷനില്ലേ, അത് നമ്മുടെ ബ്രെയിൻ സെൽസിനെയൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആവും. ചിലപ്പോൾ പുതിയ പുതിയ ഐഡിയകളൊക്കെ വരാനും, അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടാനും ഇത് സഹായിക്കും. ഈ വൈബ്രേഷൻ തലയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ തൊണ്ടയിലും നന്നായി ഫീൽ ചെയ്യും. ഇത് നമ്മുടെ തൊണ്ടയിലുള്ള ഗ്ലാൻസിനെ, പ്രത്യേകിച്ച് തൈറോയിഡ് ഗ്രന്ഥിയെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അതുകൊണ്ട് തൈറോയിഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യുന്നത് ഒരുപാട് ആശ്വാസം നൽകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊരു കാര്യവും പോലെ ഇതും ചെയ്യുമ്പോൾ അതിൻ്റേതായ ചില രീതികളുണ്ട്. ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ വിചാരിച്ച ഫലം കിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും സാധാരണയായി ആളുകൾക്ക് പറ്റുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കുറച്ച് കാര്യങ്ങൾ നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ചുണ്ടുകൾ പതുക്കെ അടച്ചു വെക്കണം. പിന്നെ ആ മൂളൽ ശബ്ദമുണ്ടല്ലോ, അത് വളരെ പതിഞ്ഞ ഒരേപോലെയുള്ള ഒരു ശബ്ദമായിരിക്കണം. സാധാരണ വരുന്നൊരു തെറ്റെന്താന്ന് വെച്ചാൽ മൂളുമ്പോൾ അറിയാതെ വായ തുറന്നു പോവും, അല്ലെങ്കിൽ ആ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തൊണ്ടയ്ക്ക് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കും. അതൊന്നും ചെയ്യരുത്. അതുപോലെ ശ്വാസം ഒരുപാട് നേരം പിടിച്ചു വെക്കാനും പാടില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഒരു സ്പീഡിൽ ചെയ്താൽ മതി. പിന്നെ സേഫ്റ്റി വളരെ പ്രധാനമാണല്ലോ. നിങ്ങൾക്ക് കഠിനമായ ചെവിവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഹാർട്ടിന് ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ശ്വാസം ഒട്ടും പിടിച്ചു വയ്ക്കാതെ വളരെ പതുക്കെയും സൗമ്യമായും മാത്രം ഇത് പരിശീലിക്കാം. ഓക്കെ? അപ്പോ ഇത്രയും ഗുണങ്ങളൊക്കെയുള്ള ഈ ഒരു പ്രാക്ടീസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്നറിയോ? വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട എന്നുള്ളതാണ്. അതെ, വെറും 5 മിനിറ്റ്. നിങ്ങളുടെ എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും അതിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റീസെറ്റ് ചെയ്യാനും ആ ദിവസത്തേക്ക് വേണ്ട ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും ഈ 5 മിനിറ്റ് മതി. ദിവസവും വെറും 5 മിനിറ്റ് ഭ്രമരി ചെയ്യാൻ മാറ്റിവെച്ചാൽ തിരക്കേറിയ ജീവിതത്തിൽ വലിയൊരു സമാധാനം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ചെറിയ ചെറിയ ശീലങ്ങളാണ് കാലക്രമേണ വലിയ മാറ്റങ്ങളായി മാറുന്നത്. അപ്പോ നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്ന ഈ ഒരു മാന്ത്രിക താക്കോൽ ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നില്ലേ? ഈ വീഡിയോ തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ്, ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും എംപവർമെന്റ് മെന്ററും കോർപ്പറേറ്റ് ട്രെയിനറുമാണ്. ട്രെയിനിംഗ് പ്രോഗ്രാമുകൾക്കായി 7957536093 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക.